I'm waiting for your response. Good afternoon തന്നെ അല്ലേ? ഹലോ. യെസ് സർ. അപ്പോൾ തുടങ്ങിക്കോളൂ. We can start. 2-3 വർഷങ്ങളോളായിട്ട് കച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡ്രോട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ സ്ഥലത്തിന് ഒരു പാരലൈസ്ഡ് മോൺസ്റ്റർ ആയിട്ടായിരുന്നു അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാരലൈസ്ഡ് മോൺസ്റ്റർ ആയിട്ടായിരുന്നു അവിടുത്തെ ഒരു ഇതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. പാരലൈസ്ഡ് മോൺസ്റ്റർ എന്ന് പറയുന്നത് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? പാരലൈസ്ഡ് മോൺസ്റ്റർ അവിടുത്തെ റാൻ എന്ന് പറയുന്നത് ദ റാൻ ലേലൈക്ക് മോൺസ്റ്റർ അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. ആ മരുഭൂമി അദ്ദേഹം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകുന്ന റാൻ ഓഫ് കച്ച്. അങ്ങനെ ഒരു സ്പൈസ് സെല്ലറിന്റെ മകളായ ഫാത്തിമ അവിടേക്ക് കാല് കുത്തിയ സമയത്ത് അവിടെ പെട്ടെന്ന് മഴ പെയ്തു. പിന്നെ അങ്ങനെ എന്തൊക്കെ പിന്നെ ഇദ്ദേഹം പിന്നെ എത്രാമത്തെ തവണയാണ്? പല തവണ ഇതിന് മുമ്പ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. പോയത് ഒരാളുടെ കൂടെ ആയിരുന്നു, ഒരു സ്മഗ്ലറുടെ ഒക്കെ ഒരു സപ്പോർട്ട് അവർക്ക്. ഫാദറിന്റെ കൂടെ അല്ലെങ്കിൽ ഫാദർ ഉണ്ടായിരുന്നു. along with his father there is a character, smuggler. What is the name of that character? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സമാൻ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര് അല്ലേ? ഓക്കെ. ജ്യോതികയാണ് ഇപ്പൊ ഷെയർ ചെയ്തത് അല്ലേ? മറ്റുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടോ? ജ്യോതികയെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോളൂ. അഞ്ജന, ഷിഫാന, നവനീത്, ഷഹല, ഷറിൻ, നിയാസ്. If you have anything to add to what Jyotika has shared, ഉണ്ടെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ okay, so let us continue with the story. But his daughter Fatima, so actually they already had traveled to Pakistan. They usually carry tendu leaves and there they purchase cloves and cinnamon, ഗ്രാമ്പു, അതുപോലെ ഇതെല്ലാം കൊണ്ടുവന്ന് തിരിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരുന്ന പതിവാണ് സാധാരണയുള്ളത്. സോ ആ സമയത്ത് they happen to see നജബിന് ആകർഷിച്ച ഒരു ക്യാരക്ടറായിരുന്നു ഫാത്തിമ. ഫാത്തിമ വാസ് ദ ഡോട്ടർ ഓഫ് കാലിഷ. കാലിഷയുടെ ഡോട്ടർ ആയിരുന്ന ഫാത്തിമ. സോ നൗ the description about this Fatima is given here, but his daughter Fatima, whose daughter, ആരുടെ daughter ആണ് ഫാത്തിമ? ഹലോ, കാലിഷയുടെ ഡോട്ടറായ ഫാത്തിമയെ കുറിച്ചാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഷി വാസ് എ ഹൂർ വിത്ത് ഐസ് സോ ബ്രൈറ്റ് ദാറ്റ് ദേ വുഡ് ഹാവ് ലിറ്റ് അപ്പ് ദ ഡാർക്ക്നെസ് ഓഫ് ദി അണ്ടർവേൾഡ്. ഒരു ഹൂറിയായിരുന്നു ഫാത്തിമ എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിയുടെ സ്വർഗീയമായ ഒരു നാമമാണ് ഒരു സ്ത്രീയുടെ, അല്ലെങ്കിൽ ഒരു ഭംഗിയുള്ള ഏറ്റവും സ്വർഗീയമായ വിവരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹൂർ എന്ന് പറയുമ്പോൾ അറബിക് ടേം, ഹൂറി എന്നൊക്കെ പറയും. ഓക്കെ, സോ ഷി വാസ് ബ്രൈറ്റ് ദാറ്റ് ദേ വുഡ് ലിറ്റ് അപ്പ് ദ ഡാർക്ക്നെസ് ഓഫ് ദി അണ്ടർവേൾഡിന്റെ ഡാർക്ക്നെസ് ഒക്കെ പ്രകാശമാനമാക്കാൻ പാകത്തിലുള്ള ബ്യൂട്ടിയാണ് അവൾ. എവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രകാശപൂരിതമാകുമെന്നാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ ഷി വാസ് ടേക്കൺ ബൈ ദിസ് ക്വൈറ്റ് പ്ലസന്റ് യങ് മാൻ, സോ റെഡി വിത്ത് ഹിസ് സ്മൈൽസ്. വളരെ ശാന്തനും വളരെ സന്തോഷവാനുമായ ഈ
നമ്മള് നജബിനെ എങ്ങനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? നജബ് വാസ് നോട്ട് ഔട്ട് സ്പോക്കൺ, വളരെ ഔട്ട് സ്പോക്കൺ അല്ല, സംസാരിക്കാൻ മടിയുള്ള ആളാണ്. ഹി വാസ് ആക്ച്വലി ഡിഫിഡന്റ്, ഒരിക്കലും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളോട് സംസാരിക്കാൻ മടിയുള്ള ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മളിവിടെ നജബില് കാണുന്നത്. സോ ബട്ട് ഹി വാസ് സോ ക്വൈറ്റ്, വളരെ ശാന്തശീലനായ, വളരെ സന്തോഷവാനായ, അദ്ദേഹത്തിന്റെ പുഞ്ചിരിയോടുകൂടി ഫാത്തിമയെ കാണുന്നു. ബട്ട് ഷീ കുഡ് ഹാർഡ്ലി എലിസിറ്റ് എ വേർഡ് ഔട്ട് ഓഫ് ഹിം, ഒരു വാക്ക് പോലും പറയാതെ. ഫാത്തിമ ഹാഡ് ബീൻ അണ്ടർ പ്രഷർ ടു ഗെറ്റ് എൻഗേജ്ഡ് ടു സംവൺ ഇൻ ദ വില്ലേജ് നോൺ ഫോർ ഹിസ് സ്ലേർഡ് സ്പീച്ച് ആൻഡ് ഗ്രൊട്ടേസ്ക് സ്റ്റാമർ. അതേസമയം ഈ ഫാത്തിമയെ ഓൾറെഡി എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഒരു കല്യാണ വിവാഹ ആലോചന അവരുടെ പേരൻസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അയാളാണെങ്കിൽ സംസാരിക്കാൻ അല്പം വിക്കൊക്കെ ഉള്ള ഒരു ക്യാരക്ടറിനെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ജസ്റ്റ് മൈ ലക്ക് ടു റൺ ഇൻ ടു മ്യൂട്ട്സ്, സംസാരിക്കാൻ പറ്റാത്തത് എൻ്റെ ഒരു ലക്കെന്ന് ഷീ തോട്ട്. അവൾ ചിന്തിച്ചു, ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരാളായിട്ട് എൻഗേജ്ഡ് ആണെന്ന് പറയാൻ ഇഷ്ടമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അറ്റ് ഫസ്റ്റ് സൈറ്റ് ഫാത്തിമ ഓൾസോ വാസ് അട്രാക്റ്റഡ് ടുവാർഡ്സ് നജബ്. But then as she caught him staring at her, she laughed back. വീണ്ടും തുറിച്ചു അദ്ദേഹം ഫാത്തിമയെ നോക്കുമ്പോൾ തിരിച്ചൊന്ന് ചിരിക്കുകയാണ്. And in the evening when Fatima repeated the performance and her face flooded with excitement as if she dared him to take the next step, he had flung his arms around her in a reckless dizzy moment. അങ്ങനെ അവർ തമ്മിലുള്ള ചെറിയ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ നോട്ടത്തിലൂടെ ആ സ്നേഹം അവര് കൈമാറുകയും അവർ തമ്മിലുള്ള ആ ഒരു ചേർച്ചയ്ക്ക് കൂടുതൽ ഉറപ്പ് നൽകുകയുമായിരുന്നു അവരുടെ നോട്ടത്തിലൂടെ. യെസ്, ഹി വുഡ് കം അഗൈൻ ആൻഡ് ഹി ടോൾഡ് ഹെർ ആൻഡ് സോ ഹെർ സ്റ്റാർട്ട് വിത്ത് disbelief, for he seemed to have answered her inarticulated question, would he come again? ഇനി തിരിച്ചു വരുമോ എന്ന ഒരു ചോദ്യം അകത്തുള്ളതുപോലെ തിരിച്ചതിനൊരു മറുപടി കൊടുക്കുകയും ഞാൻ വീണ്ടും വരുമെന്ന മറുപടി അദ്ദേഹം ഉരുവിടുകയാണ്. ഫാദറിന്റെ കൂടെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെങ്കിൽ പിന്നീട് ഈ നജബ് ഈ ഫാത്തിമയെ കൊണ്ടുപോകാൻ വേണ്ടി, ഇലോപ്പ് ചെയ്യാൻ വേണ്ടി, പൊക്കിക്കൊണ്ടുപോകാൻ വേണ്ടി വരുമെന്നുള്ള ഒരു ഓഫർ നൽകുകയാണ്. സോ ദിസ് ടൈം ഹി വുഡ് കം അലോൺ വിത്ത് നോ ഫാദർ ടു ക്രാംപ് ഹിസ് ടൈം. ഇനി വരുമ്പോൾ ഫാദർ ഇല്ലാതെ തനിച്ചായിരിക്കും വരിക, ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന ഒരു ഓഫറോട് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. സോ എവർ സിൻസ് ഹിസ് റിട്ടേൺ കൗഡ നജബ് ഹാഡ് ബീൻ സ്ട്രെയിനിങ് ടു ഗെറ്റ് അവേ. What was there about the ran that he did not know? റാനിനെ കുറിച്ച് ഇനി എന്താണ് അറിയാൻ ബാക്കിയുള്ളത്? നജബിനെ സംബന്ധിച്ചിടത്തോളം റാൻ ഓഫ് കച്ച് ക്രോസ് ചെയ്യലൊന്നും ഒരു വിഷയമല്ല. ഫാത്തിമയെ സ്വന്തമാക്കുക എന്ന ആ ഒരു സ്നേഹത്തിന്റെ മൂർധന്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും ഒരു തടസ്സമല്ല. ഹി കുഡ് ക്രോസ് ദ റാൻ ഇൻ ദ ഡേ ലൈറ്റ്. ഈവൻ പകൽ സമയത്ത് പോലും റാൻ ക്രോസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. സാധാരണ മനുഷ്യരൊന്നും ഈ പകൽ സമയം റാൻ ക്രോസ് ചെയ്യാറില്ല എന്നതാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത്. സോ ഐ തിങ്ക് നൺ ഓഫ് ദ എൽഡേഴ്സ് ഡെയർഡ് ടു ഡു സോ. അവരുടെ പൂർവികന്മാരോ മുതിർന്നവരോ ഒന്നും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ മുതിരുകയാണ് നമ്മുടെ നജബ്. ആൻഡ് വൺ മോർണിംഗ് അഫ്താബ് വാസ് വോക്കൺ അപ്പ് ബൈ എ ഷൗട്ട് ഫ്രം സമാൻ. ഒരു ദിവസം അഫ്താബ് സ്വന്തം വീട്ടില് സമാന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഞെട്ടി ഉണരുകയാണ്. വാട്ട് ഡസ് ദാറ്റ് ഓൾഡ് റോക്ക് വാണ്ട്? സമാൻ എന്ന് പറയുന്ന ആ കക്ഷിക്ക് എന്താണ് ആവശ്യം? ഹി മട്ടേർഡ്, റബ്ബിങ് ഹിസ് സ്ലീപ്പി ഐസ്. സമാൻ ആസ്ക്ഡ് അബൌട്ട് നജബ്സ് വെയർഅബൌട്ട്സ്. എവിടെയാണ് നജബ്? ഇപ്പോൾ എവിടെയാണ് നജബ്? നജബ് അത് പാസ് ചെയ്തിട്ടുണ്ട്, വീണ്ടും കച്ചി ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് സമാനിന് മനസ്സിലായിട്ടുണ്ട്. So the boy had been sulking of late, but he shouted, he should be around anyway. What business is it of yours? The old man did not hide his irritation. Who are you trying to fool, Aftab Mian? Asked the smuggler. അങ്ങനെ സമാൻ വന്ന് ചോദിക്കുകയാണ്, എവിടെ പോയി നജബ്?
അത് നീ എന്തിനാ നോക്കേണ്ട കാര്യം എന്ന രീതിയിൽ തിരിച്ചു മറുപടി അഫ്താബ്, അതായത് നജബിന്റെ ഫാദർ നൽകുന്ന സമയത്ത് ഈ സ്മഗ്ലർ ഒരു ചോദ്യം, ഡു യു നോ ദാറ്റ് അല്ലാറഖ ഈസ് ഓൾസോ മിസ്സിംഗ്, അല്ലാറഖയും കാണുന്നില്ല. സോ വാട്ട് ഈസ് അല്ലാറഖ എന്ന് പറയുന്നത് എന്താ? അദ്ദേഹത്തിന്റെ ഹോഴ്സ് അല്ലെ. ഇൻ ദിസ് ബോർഡർ വില്ലേജസ് ദ പാറ്റേൺ ഓഫ് ലൈഫ് വാസ് സച്ച് ദാറ്റ് ഇഫ് എ മാൻ വാസ് ആബ്സെന്റ് ലോങ് വിത്ത് ഹിസ് ക്യാമൽ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ സമയം അവരുടെ ക്യാമലിനെയും കൊണ്ട് അവർ കാണുന്നില്ല എങ്കിൽ ഇറ്റ് വാസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ മേഡ് എ ഫോറേ അക്രോസ് ദ ഡെസേർട്ട് ഇൻ ടു പാകിസ്ഥാൻ. അതിന്റെ അർത്ഥം അവര് ഗസ് ചെയ്യുക ഇദ്ദേഹം പാകിസ്ഥാനിലേക്ക് മുങ്ങിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ്. കുറെ കാലം 1-2 ദിവസം ഇവിടെ സ്വന്തം ക്യാമലിനെയും ആ വ്യക്തിയെയും കാണാതെ ആവുമ്പോൾ ആ നാട്ടുകാർക്കൊക്കെ പരിചയമുണ്ടല്ലോ. സോ ഡെഫിനറ്റ്ലി ദേ വിൽ ഗസ് ദേ മസ്റ്റ് ഹാവ് left to Pakistan. പാകിസ്ഥാനിൽ പോയിട്ടുണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. So Aftab went into the mud enclosure where his camel was kept and found it empty. His heart sank. He ran into the house to see if the bundles of tendu leaves he had brought by him had been taken by the boy. Oh, the fool, that son of a fool, exclaimed Aftab, almost shakingly with fury. He has forgotten to take the leaf with him. ഇത്തവണ നജബ് വീട്ടിൽ നിന്ന് പോയ സമയത്ത് ടെൻഡു ലീവ്സ് എടുത്തിട്ടില്ല. ഇത് പിന്നെ ഇവൻ ഇവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ടെന്നുള്ള വാർത്ത ജമാനിൽ നിന്നും കേൾക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഫാദർ പോയി നോക്കുകയാണ്, ടെൻഡു ലീവ്സ് അവിടെ ഉണ്ടോ. എന്തൊരു മണ്ടത്തരാവൻ, പാകിസ്ഥാനിൽ പോയിട്ട് ടെൻഡു ലീവ്സ് കൊണ്ടുപോകാതെയാണല്ലോ പോയിരിക്കുന്നത് എന്ന് ഫാദർ തിരിച്ചറിയുകയാണ്. സോ ഹു ആർ യു ട്രൈങ് ടു ഫൂൾ വിത്ത് ഓൾ ദിസ് ഡ്രാമ. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ ജമാന് സാധിക്കുന്നില്ല. കാരണം ഇത് ഫാദർ ബോധപൂർവ്വം മറച്ചു വെക്കുക എന്നാണ് ജമാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദിസ് സൺ ഓഫ് യുവേഴ്സ് ഈസ് നോട്ട് ആൻ ഇന്നസെന്റ് ആസ് ദ വേൾഡ് ബിലീവ്സ്. നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളുടെ മോൻ അത്ര ഇന്നസെന്റ് ഒന്നും അല്ല. He is a pig and a son of a pig എന്നൊക്കെ പറയുന്നുണ്ട്. There was no limit to his charging. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ തെറി വാക്കുകൾക്ക് ഒരു ലിമിറ്റും ഇല്ലാതെ തെറി പറയുകയാണ്. സമാൻ വാസ് എ ചീഫ്. സമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ചീഫാ. ദ മാൻ ഹു കെപ്റ്റ് ദ റേഞ്ചേഴ്സ് അക്രോസ് ഹാപ്പി. ബോർഡറിലൂടെ നടന്നു പോകുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരെ എല്ലാം ഹാപ്പിയാക്കുന്ന ഒരു സ്മഗ്ലറാണ് സമാൻ. So anyone crossing the Ran without his support was running the gauntlet with the law. ആരെങ്കിലും അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് നിയമയുദ്ധം നടത്തേണ്ടി വരും. And here this fledgling had blundered in without as much a word to him or a salam or a 100 rupee note. സമാന് ഒരു 100 രൂപ നോട്ടോ ഒരു സലാമോ ഒക്കെ കൊടുക്കാതെ ആരെങ്കിലും ഈ ബോർഡർ കടന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്റെ കഷ്ടകാലം തന്നെയാണ്. സോ ദാറ്റ് ഈസ് ദ കസ്റ്റം ഹിയർ. മേ അല്ലാ ബ്രിങ് ഹിം സേഫ്ലി ഔട്ട് ഓഫ് ദിസ്. ഏതായാലും ഫാദറിനോട് വളരെ ഐറണിക് ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്, എന്തായാലും പഠിച്ചവനെ കാക്കട്ടെ. സോ ദ ഓൾഡ് റോക്ക് പാസ്ലി ഹി മീൻസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. ഇങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹം ഓപ്പോസിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് നൽകേണ്ടത് നൽകാതെയാണല്ലോ അവൻ നാട് വിട്ടത്. ജമാനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഹാപ്പിയാകും, അല്ലെങ്കിൽ അവിടുത്തെ ബോർഡേഴ്സ് സെക്യൂരിറ്റി ഫോഴ്സിനെയൊക്കെ ഹാപ്പിയാകും. സോ നത്തിങ് വുഡ് പ്ലീസ് ഹിം മോർ ദാൻ ടു സീ നജബ് ടേൺഡ് ഇൻടു carrion with his vultures hovering around. ശരിക്കും ജമാൻ ഇങ്ങനെ ദേഷ്യം കൊണ്ട് അവന്റെ ശവമാണ് കാണേണ്ടതെന്നാണ് ശരിക്കും ജമാൻ മനസ്സിൽ കാണുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഡോണ്ട് വറി സമാൻ, അല്ലാഹ് വിൽ സീ ഹിം ത്രൂ. പേടിക്കണ്ട, അല്ലാഹ് നോക്കിക്കോളൂ അവനെ. ഹി സെഡ് ടെസ്റ്റ്ലി ആൻഡ് ബാങ്ക്ഡ് ദ ഡോർ ഇൻ ദ സ്മഗ്ലേഴ്സ് ഫേസ്. അങ്ങനെ നജബിന്റെ പിതാവ് അങ്ങനെ സമാന്റെ നേരെ വാതില് കൊട്ടിയടച്ചുകൊണ്ട് തിരിച്ചു വീട്ടിൽ തന്നെ കയറിയിരിക്കുകയാണ്. ഹാസ് സമാൻ വാക്ക്ഡ് ഓഫ്. അങ്ങനെ സമാൻ പോകുന്ന സമയത്ത് അഫ്താബ് വെന്റ് ഇൻ ടു ബ്രേക്ക് ദ ന്യൂസ് ഓഫ് ദെയർ സൺസ് എസ്കേപ്പ് ടു ഹിസ് വൈഫ്. അഫ്താബിന് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വൈഫിന്റെ അടുത്തേക്ക് വന്ന് ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കാൻ പോവാണ്. ഷീ വുഡ് ഫെയിൻഡ് ഹി തോട്ട്.
അവളെങ്ങാനും ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ബോധം കെട്ട് വീഴും എന്ന് അഫ്താബ് വിചാരിക്കുകയാണ്. ഹി ഫൗണ്ട് ഹെർ ക്രൗച്ചിങ് with her back against the mud wall. She did not even blink in surprise once. പക്ഷെ അവന്റെ കാര്യം ചോദിച്ചപ്പോൾ അവൾ അങ്ങനെ ഒരു അത്ഭുതമൊന്നും അങ്ങനെ ഒരു ഭാവമൊന്നും കണ്ടില്ലല്ലോ. She just sat there cowering as if he had just slapped her and was about to do so again. Allah, she knew it. She knew it all the time. She was the waist deep in the conspiracy along with her son and never breathed a word about it. അപ്പൊ അവൾക്കത് അറിഞ്ഞുകൊണ്ട് എന്നോട് ഒരു അക്ഷരം ഉരിയാടാതെയാണല്ലോ മോനുമായിട്ട് കോൺസ്പിറസി ഉണ്ടാക്കി അവർ പോയിട്ടുണ്ടാവും. സാധാരണ ഉമ്മമാര് അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ മയക്കിയിട്ടാണല്ലോ മക്കൾ കാര്യങ്ങൾ സാധിക്കുന്നത്. ഇപ്പോ ഇവിടെ അഫ്താബ് ഒന്നും അറിയാതെ ഈ ഒരു കോൺസ്പിറസിയെ കുറിച്ച് പറയുന്നു. ഹിസ് ഐസ് ഫെൽ ഓൺ ബ്രേവ് bare arm. Where is the gold bangle my father gave you, woman? എടി, ഞാൻ എൻ്റെ ഫാദർ തന്ന ആ ബാങ്കിൾ എവിടെ, ആ ഗോൾഡ് വള എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. യു നീഡ് നോട്ട് വറി, നജബ് വിൽ റിട്ടേൺ വിത്ത് ക്ലോസ്. അങ്ങനെ സംഭവം രഹസ്യം പുറത്തായി. ഇത് നജബ് പോയിരിക്കുന്നത് മദറിന്റെ അപ്രൂവലോട് കൂടിയാണ്. ഇത് അഫ്താബിന് അറിയില്ല. സോ അവൻ തിരിച്ചു വരും, അവൻ ക്ലോസും കൊണ്ട് തിരിച്ചു വരും. ദ ലോങ് സ്ട്രൈഡിങ് അല്ലാറക്ക കെപ്റ്റ് എ ബ്രിസ്ക് പേസ്. അങ്ങനെ ഈ അല്ലാറക്കയുടെ യാത്രയെ കുറിച്ചാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. എ സ്ട്രോങ് സൗത്ത് വിൻഡ് ഡ്രോവ് ദ ടാങ് ഓഫ് കോറി ക്രീക്ക് ബാക്ക് ഇൻ ടു നജബ്സ് നോസ്ട്രിൽസ്. അങ്ങനെ നജബ് തിരിച്ചു വരുന്ന ആ ഒരു സ്മെല്ല് കേട്ടുകൊണ്ട് he followed the 3 stars and Milky Way flaked with mica, the great bear shambling towards the north. രാത്രിയിലെ ഈ വിജനമായ റാനിലൂടെ ക്രോസ് ചെയ്തുകൊണ്ട് കുതിര സവാരി ചെയ്തുകൊണ്ട് വരുന്ന അദ്ദേഹത്തിന് തിരിച്ചു വരുന്ന അതിൻ്റെ ആ സ്മെല്ല് കേട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മാതാവും പിതാവും. Before dawn he had reached his destination for a sandy elevation palisaded with the bones of dead animals. Told him he had arrived at സർബേലയിൽ അവൻ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. Over 20 miles from കാലാദുംഗാർ. കാലാദുംഗാറിലെ നിന്നും 20 മൈൽ അകലെ. He was already beyond the international boundary. ഇപ്പോൾ ഓൾറെഡി ഇന്റർനാഷണൽ ബൗണ്ടറി അവൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഹിയർ ഹി റെസ്റ്റഡ്. അവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുകയാണ്. ഡ്യൂറിങ് ഡേ ലൈറ്റ് ദ മൂവ്മെന്റ് വാസ് ഇമ്പോസിബിൾ. അങ്ങനെ പകൽ സമയത്ത് ഇതിലൂടെ യാത്ര കുറച്ച് കഷ്ടമാണ്. സോ ദ ഇൻഡസ് റേഞ്ചേഴ്സ് വുഡ് ബി ലുക്കിംഗ് ഫ്രം ദെയർ ബാംബു വാച്ച് ടവേഴ്സ്. ഈ ഇൻഡസ് റേഞ്ചേഴ്സ് അവിടെയുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആൻഡ് ഇൻ ദ ഹീറ്റ് ഈവനിങ് everything became a mirage. എല്ലാം ഒരു മരീചിക പോലെ ഈ ചൂടിന്. A depression in the sand looked like a splash of water. അങ്ങനെ ഈ മരുഭൂമിയിലെ ഇവിടെ ഡിപ്രഷനായിരിക്കുന്ന അവസ്ഥ. Stunted cactus gave the appearance of grove. വളരെ പ്രത്യേകമായ കാക്ടസ് എന്ന് പറയുന്ന ചെടിയാണല്ലോ മരുഭൂമിയിൽ കണ്ടുവരുന്നത്. അത് നമ്മളെ ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. A camel looked like a huge prehistoric animal on the move. ഏതോ പ്രീഹിസ്റ്റോറിക് കാലഘട്ടത്തിലെ ഒരു ക്യാമലിനെ പോലെ ഒരു ദൂരത്ത് നിന്നും ഈ നജബ് ഹുസൈൻ്റെ ഈ ക്യാമലുമായി വരുന്ന ആ ഒരു രംഗം ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Any movement was sure to be noticed through binoculars. അവൻ്റെ ഏത് മൂവ്മെന്റും ബൈനോക്കുലറുകളിലൂടെ മറ്റുള്ള അവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് കാണാൻ സാധിക്കുമായിരുന്നു. When the sun came up, Najab took his first drink of water from his chagal. ഷഗലിൽ നിന്നും അല്പം വെള്ളമെടുത്ത് കുടിക്കുന്നു നജബ്. At noon he had his first meal. അങ്ങനെ ഉച്ചക്ക് ആദ്യത്തെ മീൽ കഴിക്കുന്നു. ഡ്രൈ സ്റ്റൈൽ ഹിം. അങ്ങനെ ആകെ ഡ്രൈ ആയിരിക്കുന്ന വളരെ സ്റ്റൈലായിട്ടുള്ള ഭക്ഷണം, ബ്രെഡ് വിത്ത് ഒനിയൻ അദ്ദേഹം കഴിക്കുകയാണ്. ബൈ നൗ തോട്ട്സ് അബൌട്ട് ഫാത്തിമ ടുക്ക് എ വൈസ് ലൈക്ക് ഗ്രിപ്പ് ഓവർ ഹിം. അങ്ങനെ ഫാത്തിമയെ കുറിച്ചുള്ള ചിന്തയിൽ അവൻ
ഈ ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണവും എല്ലാം കഴിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ആൻഡ് ദ ഡിസ്റ്റൻസ് വാസ് ലെസ് ദാൻ 10 miles, ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ് നജബ്. ദ തോട്ട് ഓഫ് ഇറ്റ് മെയ്ഡ് ഹിം റിത്ത് ഈവൻ ആസ് ദ സൺ സ്റ്റാർട്ടഡ് ബീറ്റിംഗ് ഇറ്റ്സ് ആൻവിൽ. അങ്ങനെ ഏതാണ്ട് കാലിഷായുടെ വീടിന്റെ അടുത്തേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫാത്തിമയെ കാണാനുള്ള വെമ്പലോടുകൂടി ഇവിടെ നിൽക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ ഈ പാരഗ്രാഫിൽ നൽകിയിട്ടുള്ളത്. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നജബ് ഇന്റർനാഷണൽ ബൗണ്ടറി ക്രോസ് ചെയ്തു. അദ്ദേഹം ഏകദേശം പിന്നെ ഈ സ്ഥലത്തെത്തി, ഫാത്തിമ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ വരികയും അവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ 10 leaves ഒന്നുമില്ല. മദർ നൽകിയ ഗോൾഡൻ ബാങ്കിൾ മാത്രമാണുള്ളത്. കാലിഷയുടെ അടുത്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കണമല്ലോ. അതിനുവേണ്ടി ഈ ഗോൾഡൻ ബാങ്കിൾ കൊണ്ടുവന്നിരിക്കുന്നത് റോസ് വാങ്ങാനെന്ന രൂപേണ അവിടെ പോവുകയും തിരിച്ച് രാത്രിയാവുമ്പോൾ ഫാത്തിമയെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു രംഗമാണ് ഇവിടെ അവസാനം, ഇതിന്റെ കഥയുടെ അവസാനം. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന രംഗവും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക്, ഏതാണ്ട് നമ്മുടെ സമയം തീരാനായതുകൊണ്ട് തൽക്കാലം ഈ കഥയുടെ ചുരുക്കം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കഥ കംപ്ലീറ്റ് ഒന്ന് വായിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ലെറ്റ് us have a discussion. Thank you so much. For now, let me just stop it, and we can, I think, ഇതുവരെ നമ്മൾ കേട്ട ഈ കഥയുടെ ബാക്കി ഭാഗങ്ങളും കൂടെ വായിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ബ്രീഫ്, അതിന്റെ ടെക്സ്റ്റിന്റെ ബാക്കിൽ കൊടുത്ത ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വരണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കഷൻ നടത്താം. സോ ടിൽ ദെൻ, എന്തായാലും ഇന്നത്തെ ക്ലാസ്സിന് വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് തൽക്കാലം ഇന്ന് ഡിസ്പേഴ്സ് ചെയ്യാം. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കഷന് വേണ്ടി എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ട് വരിക. അതിന്റെ ഷോർട്ട് നോട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. അത് ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒന്ന് ഫോട്ടോ എടുത്ത് വിടുകയൊക്കെ ചെയ്യുക. സോറി, നമുക്ക് ഡിസ്കഷൻ ഗ്രൂപ്പ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. എനിവേ, നിങ്ങളതൊന്ന് തയ്യാറാക്കി വെക്കുക. ഇത്രയാണ് ഇപ്പൊ പറയാനുള്ളത്. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലെ പോർഷനിലൂടെ കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൂടുകയാണെങ്കിൽ നമുക്ക് പോർഷൻസ് ഒന്ന് അതിൽ ഭംഗിയായി കവർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം നിങ്ങളുടെ പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒപ്പം തന്നെ നടക്കട്ടെ. എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ ക്ലാസ്സിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെ കാര്യത്തിൽ എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ക്ലാസ്സിന്റെ അറ്റൻഡൻസ് വളരെ കുറവാണ്. അല്ല സാർ, ഫൈനൽ ഇയറാണ്. എന്തായാലും തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ.